ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ ഒത്തിരി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ടു നോക്കുക. എൻ്റെ ചാനൽ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. ഈ മോര് കറി തേങ്ങയെന്ന് ഉരക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു മോര് കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, തേങ്ങയ്ക്കരച്ചാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഒത്തിരി പേര് അത് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒരു പോപ്പുലർ പോസ്റ്റാണത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മോര് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മോര് കറി ഉണ്ടാക്കാൻ ആവശ്യമായ തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ തൈര് ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ കട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താലും മതി. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തൈര് നല്ല കട്ടിയുള്ളതാണ്. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. വെള്ളമൊക്കെ ചേർക്കുന്ന നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ തൈര് കാണുന്ന പോലെ നല്ല പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, 3 ഉണക്കമുളക്, ഉലുവ, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മോരുകറിയും അതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉള്ളിയും ചേർത്ത് വീണ്ടും നന്നായിട്ടും വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് കറി പിന്നെ തിളക്കാൻ അനുവദിക്കരുത്. കറി നന്നായിട്ട് ചൂടായി തിളക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം. മോരുകറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. രുചികരമായ തേങ്ങയില്ലാത്ത മോരുകറി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ കറി നമുക്ക് ചോറിന്റെ കൂടെ, മെഴുക്കുപുരട്ടി, തോരൻ ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.